അത് എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത് എന്നൊക്കെ പഠിപ്പിച്ച് ഞങ്ങൾ ഇതൊക്കെ ഈ അറഫയുടെ രാവിൽ പറയേണ്ടി വന്നതിനെ കുറിച്ച് എനിക്ക് സങ്കടമുണ്ട്. ഒന്ന്, ഞാൻ നിങ്ങൾ അങ്ങനെ പറയിപ്പിച്ചത് കൊണ്ട് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇവര് ആണത്ര യഥാർത്ഥ മുസ്ലിമീങ്ങളുടെ വേഷം അത് പെണ്ണുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഇവരുടെ വേഷത്തിന്റെ കോല നിങ്ങൾക്കറിയോ? ഇതാ, മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ എന്ന പുസ്തകത്തില്, മുജാഹിദിന്റെ പുസ്തകം ഞാൻ വായിക്കുന്നത്, എങ്ങനെയാണ് മുസ്ലിം സ്ത്രീകള് വസ്ത്രം ധരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആണും പെണ്ണും എത്ര കണ്ട് മറച്ചിരിക്കണം എന്നൊന്ന് പരിശോധിക്കാം. രണ്ടു കൂട്ടരും മുന്നും പിന്നും തുറന്ന് നഗ്നരായി പുറത്ത് നടക്കാൻ പാടില്ല എന്നത് തീർച്ചയാണ്. മുന്നും പിന്നും കൂടി മറക്കാതെ ഒന്നും മറക്കാതെ പുറത്ത് നടക്കാൻ പാടില്ല, അത് ഉറപ്പാണ്. പെണ്ണുങ്ങൾക്ക് മുഖവും കൈയും കാലും മറക്കേണ്ടതില്ല എന്നതും തീർച്ച തന്നെ. പെണ്ണ് കൈയും മറക്കേണ്ടതില്ല, മുഖവും മറക്കേണ്ടതില്ല, കാലും മറക്കേണ്ടതില്ല, അതും തീർച്ച തന്നെ. നിസ്കരിക്കുമ്പോൾ ഇത്ര മറക്കണം, അല്ലാത്തപ്പോൾ ഇത്ര മറക്കണം എന്നൊന്നും യാതൊരു വ്യവസ്ഥയും ശരീഅത്തിൽ വന്നിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ സംഗതി മൂന്നാണ്. ഒന്ന് ഔറത്ത്, ഇത് മുന്നും പിന്നും മാത്രമാണ്. എവിടെ വെച്ചും ആണും പെണ്ണും ഈ ഭാഗം മറക്കണം. എന്നാൽ തനിച്ചോ ഭർത്താവ്, ഭാര്യ, യജമാനൻ, വെപ്പാട്ടി ഇവരിൽ ആരെങ്കിലും ഉള്ളിടത്തോ ഇതും അഴിക്കാവുന്നതാണ്. ഈ ഭാഗവും വെളിപ്പെടുത്താവുന്നതാണ്. ബ്രാക്കറ്റിൽ കോണകവും അഴിക്കാവുന്നതാണ്. നോക്കി ചങ്ങായിമാരെ, മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന പുസ്തകത്തിന്റെ 87-88 പേജ് പറഞ്ഞ സംഗതി ഞാൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ആൾക്കാർ വന്നിട്ട് പറയാണ്, എന്തറിയോ, ഞങ്ങളാണ് കേരളത്തിൽ വിപ്ലവം ഉണ്ടാക്കിയത്, ഞങ്ങളാണ് സ്ത്രീകൾക്ക് യഥാർത്ഥമായ വേഷം ഉണ്ടാക്കി കൊടുത്തത്. നിങ്ങൾ ചെയ്ത് അത് ഞാൻ സമ്മതിച്ചത് ഏതർത്ഥത്തില്? നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഒരാൾ പ്രസംഗിച്ചിരുന്നു, എന്ത്, സ്ത്രീകൾക്ക് ഞങ്ങൾ ഉണ്ടാക്കിയ വിപ്ലവം, കേരളത്തിൽ ഞങ്ങൾ ഉണ്ടാക്കിയ വിപ്ലവം എന്ന് കേൾപ്പിച്ചു കൊടുക്കുക. അവരെന്നെ പറയട്ടെ, ഇതാണത്രേ മുജാഹിദ് കേരളത്തിൽ ഉണ്ടാക്കിയ വിപ്ലവം. നിങ്ങൾ ആ പണിയെടുത്തോളൂ, നിങ്ങളത് ചെയ്യുന്നു, ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ വികസനവുമായി വരേണ്ടതില്ല. നിങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ട് കാര്യം ഉറപ്പാ, സ്ത്രീകൾ മുന്നും പിന്നും മാത്രം മറച്ചാൽ മതി, വേറൊന്നും മറക്കേണ്ടതില്ല. അതും ഭർത്താവിന്റെയും അതുപോലെ ബന്ധുക്കളുടെയും മുമ്പിലൊക്കെ കോണകവും അഴിക്കാവുന്നതാണ് എന്നും പച്ച മലയാളത്തെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവരെന്നെ പറയാ, ഞങ്ങളാണ് പെണ്ണുങ്ങളെ പാവാട ഉടുപ്പിച്ചത്. നിങ്ങൾ പെണ്ണുങ്ങളെങ്ങനെ പാവാട ഉടുപ്പിക്കലായിരുന്നെങ്കിൽ ആയിക്കോട്ടെ, അത് നമ്മൾ സമ്മതിച്ചു, നിങ്ങൾ അത് ചെയ്തോളൂ, ഇനിയും അത് തുടർന്നതിന് യാതൊരു കുഴപ്പമില്ല. അദ്ദേഹം തന്നെ പറയട്ടെ, ഞാൻ എന്റെ നാവ് കൊണ്ടത് പറയുന്നില്ല. ഏതാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കുഴപ്പം? മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി പ്രവർത്തിച്ചു. മുജാഹിദ് പ്രസ്ഥാനം കൈവെക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിനുള്ളത്? കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്തൊരു കാലമുണ്ടായിരുന്നു. അറിയുമോ നിങ്ങൾക്ക്? അവർ കടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. മുസ്ലിം സ്ത്രീകൾക്ക് എന്തായാലും മുജാഹിദികളുടെ പരിപാടി മുസ്ലിം സ്ത്രീകൾക്ക് അടിപ്പാവാട ധരിപ്പിക്കുക. ആയിക്കോട്ടെ, നിങ്ങൾ അങ്ങനെ അടിപ്പാവാട ധരിപ്പിച്ചപ്പോ എവിടെ എത്തിയോ? ഞാൻ ദയവിചാരിച്ചിട്ട് പറയിപ്പിക്കരുത് നിങ്ങൾ. അതോ ഏതായിരുന്നാലും ഇതേ മൗലവിയെ കുറിച്ച് ഞാൻ പറയുന്നില്ല. എനിക്കൊരു മാന്യതയുണ്ട്, നിങ്ങൾക്ക് മാന്യതയില്ലെങ്കിലും പോട്ടെ, ഞാൻ പറയട്ടെ. പിന്നെ ഈ മൗലവി ഇവിടുന്ന് പ്രസംഗിച്ച ഒരു കാര്യം എന്താ അറിയോ? പിന്നെ ഒന്നിലധികം പെണ്ണുങ്ങളെ കെട്ടാൻ വേണ്ടി എനക്കൊക്കെ കുറച്ച് ആരോഗ്യം എജ്ജ് കെട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് ഒന്നിലധികം സ്ത്രീകളെ കെട്ടാൻ വേണ്ടി ബഹുഭാര്യത്വത്തിന് വേണ്ടി മുസ്ലിയാക്കന്മാരെ പ്രേരിപ്പിച്ചു എന്നാ. വലിയൊരു തെറ്റായിട്ട് പറഞ്ഞത്. ബഹുഭാര്യത്വം ഇസ്ലാം അംഗീകരിക്കുന്നു എന്നത് ശരിയാണ്. പക്ഷേ അതിനുവേണ്ടി അതിന് കഴിവുള്ള ആളുകളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലും പ്രത്യേകിച്ച് തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ എന്റെ പ്രശ്നം അതല്ല. എന്നാല് ബഹുഭാര്യത്വത്തെ കുറിച്ച് സെമിനാർ നടത്തുകയും അത് ആരാധനയാണെന്ന് പറയുകയും നിരന്തരമായി അതിനുവേണ്ടി ശബ്ദിക്കുകയും ചെയ്യുന്ന ഒരാളുണ്ട്. ആരാണെന്നറിയുമോ? അത് അമുസ്ലിം ബുദ്ധിജീവികളോട് പോലും ചോദിച്ചു നോക്കുക. അമുസ്ലിം ബുദ്ധിജീവികളോട് പോലും ചോദിച്ചു നോക്കുക. സുഹൈർ ചുങ്കത്തറ എന്ന് പറയുന്ന നിങ്ങളുടെ നേതാവാണത്. അദ്ദേഹം 4 പെണ്ണുങ്ങളെ കെട്ടിയിട്ടും ഉണ്ട്, കഴിഞ്ഞിട്ടില്ല. പിന്നെ അതിന്റെ ശേഷവും ചിലതുണ്ടായിട്ടുണ്ട്, ഞാൻ പറയുന്നില്ല. ഏതായിരുന്നാലും സുഹൈർ ചുങ്കത്തറ ഒരിക്കല് ബഹുഭാര്യത്വം ആശയും ആശങ്കക്കും നടുവിൽ ഇടയിൽ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ കേൾക്കേണ്ടത്. നോക്കൂ നിങ്ങൾ. നമ്മുടെ നാട്ടിൽ ആയിരക്കണക്കിന് പള്ളികൾ, അവിടെ ഇമാമും ഖത്തീബും മുഅദ്ദിനും കമ്മിറ്റിയും, ആയിരക്കണക്കിന് ഓഫീസുകൾ, വിവാഹ സമിതികൾ, സംഘടനകൾ, പ്രസിഡന്റ്, സെക്രട്ടറി, കമ്മിറ്റി ഭാരവാഹികൾ ആരെയെങ്കിലും സമീപിച്ച്, ആരൊക്കെ? കമ്മിറ്റി, ഓഫീസിൽ, വിവാഹ സഹായ സമിതികൾ, സംഘടനകൾ, പ്രസിഡന്റ്, സെക്രട്ടറി, കമ്മിറ്റി ഭാരവാഹികൾ, ഇവരിൽ ആരെയെങ്കിലും സമീപിച്ച് എന്നെ ഞാൻ നിങ്ങൾക്ക് തന്നു,
എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും ധൈര്യവും ഈ രാജ്യത്തെ വേദനിക്കുന്ന വനിതക്കുണ്ടാവണം എന്ന് ഞാൻ ആശിക്കുന്നു. അത് നടപ്പാകുന്ന ഒരു നല്ല നാളെ ഞാൻ സ്വപ്നം കാണുന്നു. ആര് പറയാ? 4 കെട്ടണമെന്ന് കാണിച്ചു കൊടുത്തതിന് ശേഷം 4 കെട്ടിയിട്ട് അവസാനം എല്ലാ ആളുകളോടും പറയാ, ഒരുപാട് പെണ്ണുങ്ങൾ വെറുതെ നടക്കുന്നുണ്ട്, ആ പെണ്ണുങ്ങൾക്കൊക്കെ വിവാഹം വേണം. അതിനെന്ത് വേണം? അതിന് ഖതീബും അതുപോലെ തന്നെ പിന്നെ ഒരു നടത്താൻ വലിയും അതൊന്നും വേണ്ട. പെണ്ണുങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയട്ടെ, ഞാൻ എന്നെ നിനക്ക് തന്നു, ഞാൻ എന്നെ നിനക്ക് തന്നു. അങ്ങനെ ഓരോ ഖതീബിന്റെയും മുഅദ്ദിന്റെയും ഉസ്താദിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞിട്ട് അവർക്ക് സ്വന്തമായി സ്വയംവരം നടത്തുവാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും വേണം. അങ്ങനെയുള്ളൊരു നല്ല നാളെ പുലർന്നു കാണണമെന്ന് ഞാൻ ആശിക്കുന്നു. കൊല്ലങ്ങൾക്ക് ശേഷം ഇത് എഴുതിയിട്ട് കൊല്ലങ്ങൾ കഴിഞ്ഞതിന് ശേഷം നിരന്തരമായി ഈ മാസിക ഇത് പ്രശ്നമാക്കുകയും, ഈ അടുത്താണ് ഈ മാസിക ഇറങ്ങിയത് തന്നെ, ഇത് പ്രശ്നമാക്കുകയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർ തിരുത്തും, ഞാൻ അന്ന് എഴുതിയതിൽ ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ട് മൗലവി, നിങ്ങളുടെ എഴുത്തിന് ശേഷം പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞുവല്ലോ, അതിനിടയ്ക്ക് എത്ര സ്ത്രീകൾ നിങ്ങളെ തക്ലീദ് ചെയ്തുകൊണ്ട് ഞാൻ എന്നെ നിനക്ക് തന്നു എന്ന് പറഞ്ഞ് എത്ര വ്യഭിചാരങ്ങൾ നടത്തിയിട്ടുണ്ടാകും. അതിന്റെയൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഉണ്ടോ?